ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. DA സന്ദേശ വിവാദങ്ങൾക്കിടെ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ സർക്കാരുകളെ താരതമ്യം ചെയ്ത പത്രങ്ങളിലെ PRD പരസ്യം കേരളം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മാത്രം ചൂണ്ടിക്കാട്ടിയാണ് ഒന്നാം പേജിലെ പരസ്യം. ഇപ്പോൾ അരുൺകുമാർ, ഞാൻ മനസ്സിലാക്കുന്നത് മനോരമ, മാതൃഭൂമി, ചന്ദ്രിക, വീക്ഷണം, ഒപ്പം BJPയുടെ ജനയുഗം അല്ല ജന്മഭൂമി, ഈ പത്രങ്ങൾ ഒഴികെയുള്ള എല്ലാ പത്രത്തിനും പരസ്യമുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ കേരള കൗമുദി കുറച്ച് സമയം മുമ്പ് നോക്കിയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജും ഈ ദേശാഭിമാനിയിലും മാധ്യമത്തിലും ഹിന്ദുവിലും ഉള്ളതുപോലെ തന്നെയാണ്. ഈ പിണറായി വിജയൻ്റെ ഒരു കാഞ്ഞ ബുദ്ധി നോക്കണേ. ഇന്ന് നമ്മുടെ സതീശൻ്റെ ആ യാത്രയുണ്ടല്ലോ, പുതിയുഗ യാത്ര, ആ കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര, അത് ഈ മലപ്പുറം കഴിഞ്ഞപ്പോൾ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. മലപ്പുറം വരെ ആൾക്കാർ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാക്കി, ലീഗുകാരൊക്കെ പടം ഉന്തും തള്ളുണ്ടാക്കിയിട്ട് അത് വലിയ ബഹളമൊക്കെ ആയി കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ പതുക്കെ മലപ്പുറം ജില്ല കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തിരി സ്പീഡ് കൂടി, തെക്കൻ ജില്ലകളിലേക്കൊക്കെ എത്തിയപ്പോൾ അതിവേഗം സ്പീഡ് കൂടി. ഇപ്പം എന്തായാലും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന് അത് നാളെ എങ്ങാണ്ട് ഒരു സമാപന സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തെ പര്യടനം തീർത്ത് അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ട് ഭരണത്തിൽ കയറാൻ വേണ്ടി മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഇന്നേ ദിവസം നോക്കി കേരളത്തിലെ കുറേ പത്രങ്ങളിൽ പ്രധാനപ്പെട്ട 2 പേജുകളിൽ പിണറായി വിജയൻ ഒരു പാര കൊടുത്തിരിക്കുകയാണ് UDFന്. പഴയ 10 വർഷത്തെ UDF ഭരണകാലത്തെ സംഭവവികാസങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ന്യൂസ് ആണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു പരസ്യം. അത് PRD ആണ് അത്ര കൊടുത്തിരിക്കുന്നത്, സർക്കാർ ചെലവിലാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മറച്ചു കഴിഞ്ഞാലോ അതിന് ഘടകവിരുദ്ധമായി അതാത് സ്ഥാനത്ത് അന്ന് നടന്നതിൻ്റെ നേരെ വിപരീത ഫലം. KSRTCയുടെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കഥ, പഴയ കാലത്ത് കട്ടപ്പുറത്തായ കഥ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിജയഗാഥകൾ, അവിടെ പൊതുവിദ്യാഭ്യാസം കൂട്ടിയ കഥകൾ, പവർ കട്ട് ഇല്ലാത്ത ഇന്നത്തെ കാലം. ആദ്യത്തെ പേജിലാണെങ്കിൽ പവർ കട്ട് കൊണ്ട് കേരളം ഇരുട്ടിലായ കഥ. ഇങ്ങനെ തുടങ്ങി നിരവധി സംഭവവികാസങ്ങളെ കൊണ്ട് 2 പേജ് ഫുള്ള് പരസ്യമാണ് അത്ര കൊടുത്തിരിക്കുന്നത്. സതീശന് ഇത് സഹിക്കാൻ പറ്റുമോ? സത്യത്തിൽ നെഞ്ചത്തൊരാഞ്ഞിട്ടി കിട്ടിയ പോലെ ആയിപ്പോയില്ലേ UDFന്. നേരെ ചെന്നിട്ട് അങ്ങോട്ട് ഭരണത്തിൽ കയറാൻ വേണ്ടി മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഈ ദിവസം തന്നെ ജനങ്ങളെ ഈ 2 കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയിട്ട് പിണറായി കൊടുത്തൊരു ഇരുട്ട് തട്ടി അത് ഭയങ്കരമായിപ്പോയി കേട്ടോ. അതെന്തായാലും സതീശന് സഹിച്ചു കാണില്ല. നമുക്ക് സതീശനോട് ഞാൻ ചോദിച്ചു നോക്കാം എന്താ ചെയ്യാൻ പോണമെന്ന്. PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം അധപതിപ്പിക്കാമോ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കണ്ടത്. ഞങ്ങൾ ഇതിനു മുമ്പൊരു കാര്യം പറഞ്ഞിരുന്നു, ചില പത്രങ്ങൾ അഡ്വർടൈസ്മെന്റ് അല്ലാതെ പണം മേടിക്കുന്നു, സർക്കാരിൽ നിന്നും CPMൽ നിന്നും പണം മേടിക്കുന്നു. ഇതിപ്പോ സർക്കാരിന്റെ പണമാണ്. സർക്കാരിന്റെ പണം 10 കൊല്ലം മുമ്പുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പേജ്. രണ്ടാമത്തെ പേജ് 10 കൊല്ലം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പേജ്. ഞാൻ ചെയ്യേണ്ട PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കേട്ട് ഇത്തരം ഹീനമായ പ്രചരണ തന്ത്രങ്ങൾ നാട്ടുകാരുടെ പൈസ വെച്ചിട്ടാണ്, നാട്ടുകാരുടെ പണമാണ്, അവരാരും വീട്ടിൽ നിന്നല്ല ഇത് കൊടുക്കുന്നത്. മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ പേയ്മെന്റും കൊടുക്കാൻ പോകുന്നില്ല, അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് ഇതിന്റെ പേയ്മെന്റ്. സതീശൻ സാർ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിണറായി ചെയ്തത് വലിയൊരു ചതിയായിപ്പോയി. ഈ പുതുയുഗ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കാൻ നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇത് കൊടുന്ന് പുറത്തിട്ടല്ലോ. 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എല്ലാ പത്രങ്ങളിലും കൊടുത്തിരിക്കുക. എന്നിട്ടോ അതിങ്ങോട്ട് മറിച്ചു നോക്കുമ്പോൾ പുതിയ പേജിലാണെങ്കിൽ അതിന് ഘടകവിരുദ്ധമായ ഈ ഇടതുപക്ഷത്തിൻ്റെ നേട്ടങ്ങളും ഇത് ചെയ്ത PRD ഉദ്യോഗസ്ഥരെ വെറുതെ വിടാൻ പോകുന്നില്ല. അത് ഞങ്ങൾ കണക്ക് ചോദിക്കും, ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ ഇതിൻ്റെ പൈസ കൊടുക്കേണ്ടത് ഞങ്ങളാണ് എന്ന കാര്യമൊക്കെയാണ് നമ്മുടെ സതീശൻ സാറ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ തെലങ്കാന കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ പരസ്യമാണ് മലയാളത്തിലെ പ്രധാന പത്രങ്ങളിലെ ഫ്രണ്ട് പേജിലെല്ലാം. ഈ പരസ്യം നമ്മുടെ സതീശൻ സാറിൻ്റെ കണ്ണുപെട്ടു എന്നറിയില്ല. തെലങ്കാന സർക്കാർ, കോൺഗ്രസ് സർക്കാർ ഇവിടെ കേരളത്തിലെ മലയാള പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ മലയാളത്തിൽ തെലങ്കാനയിൽ നടത്തുന്ന, അവിടുത്തെ ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് നല്ല പരിപാടികൾ ഫുൾ പേജ് പരസ്യം കൊടുത്ത് ഈ മലയാളികളെ അറിയിച്ചിട്ട് എന്താ പ്രത്യേകത? അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ ഈ മലയാള പത്രങ്ങൾക്ക് ഈ അഡ്വർടൈസ്മെൻറ്റിന് മൂലം കുറേ പണം കൊടുത്ത് ഇവിടുത്തെ കോൺഗ്രസ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾ അവരെ സഹായിക്കണം
എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടുത്തെ PRD കൊണ്ട് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി നടത്തിയ വളഞ്ഞ വഴിയല്ലേ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കേരള ഗവൺമെൻറ് ചെയ്തത് എന്താണോ അത് നിങ്ങൾക്ക് ഭരണമുള്ള സ്ഥലം വഴി ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എൻ്റെ സതീശൻ സാറേ. അപ്പോൾ അവിടുത്തെ PRD പറ്റിയിട്ട് ആരാ അന്വേഷിക്കുക? അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ചെന്നിത്തല സാറിന് ഈ സർക്കാർ പരസ്യത്തെ പറ്റി എന്താ പറയാനുള്ളതെന്നും ചോദിച്ചു നോക്കാം. ഒരു മര്യാദ കാണിക്കണ്ടേ? ഇങ്ങനെയാണോ ചെയ്യുന്നത്? കൊടുക്കാത്ത പത്രങ്ങളുണ്ട്, ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം അത് എത്തിക്സ് അല്ല, ധാർമ്മികതയല്ലത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട CPM-ന്. അവർക്ക് ധാർമ്മികതയുള്ളവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ചെന്നിത്തല സാറും തിരിച്ചുകൂടിലാണ് കേട്ടോ. അദ്ദേഹത്തിനും ഇത് തീരെ പിടിച്ചിട്ടില്ല. ഈ കൊടുക്കാത്ത പത്രങ്ങൾ മാത്രമാണ് ധാർമ്മികത കാട്ടിയെന്ന് പറഞ്ഞ് ആ കൊടുക്കാത്ത പത്രങ്ങൾ ഈ തെലങ്കാന ഗവൺമെൻറ്റിൻ്റെ പരസ്യമൊക്കെ കൊടുത്ത് ആ പണം വാങ്ങി സുഖിച്ച് ഇവിടുത്തെ കോൺഗ്രസിനെ സഹായിച്ചപ്പോൾ നമ്മുടെ ചെന്നിത്തലയുടെ ചൂടൊന്നും അന്നൊന്നും കണ്ടില്ല. എന്തൊരു കഷ്ടം. ഇനിയിപ്പം നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള മുൻപന്തിയിലുള്ള ഏഷ്യാനെറ്റിൽ ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ 10 പൈസ ഈ ഗവൺമെൻറ് കൊടുക്കാതെ ഈ പിണറായി വിജയനെ വാനോളം പുകത്തുന്ന ഭാഗം കൂടെ കേട്ടിട്ട് വേണമെങ്കിൽ ചെന്നിത്തല സാറ് സുഖമായി ഉറങ്ങിക്കോളൂ, അത് കാണിച്ചു തരാം. ആ ദേശീയപാതാ വികസനത്തിന് 5500 കോടി രൂപ കേരളം സംഭാവന ചെയ്തിട്ടുള്ള ഒരു വസ്തുതയാണ്. നോക്കൂ, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ഈ NH-66 വികസനം എന്ന് പറയുന്നത് കേരള ജനത ഒന്നടങ്കം പിണറായി വിജയനെ ഓർമ്മിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ പുരോഗതിയായിരിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി 1000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. 2ാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കാൻ പോവുകയാണ് എന്ന പ്രഖ്യാപനമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ കിഫ്ബിയുടെ കാര്യം പറയുന്നു. ഏതാണ്ട് 96,000 കോടി രൂപയുടെ പദ്ധതികളാണ്. ആ പദ്ധതികൾക്കാണ് കിഫ്ബി അനുമതി നൽകിയിരിക്കുന്നത്. 36,000 കോടി രൂപ ഇതുവരെ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കേട്ടോ, MC റോഡിന്റെ ഒരു വലിയ വികസന പദ്ധതി കൂടി ഇന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5500 കോടി രൂപ മുടക്കി ഈ പറയുന്ന തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 4 വരി പാതയാക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലേക്ക് വന്നിരിക്കുന്ന ഈ വ്യവസായ സംരംഭങ്ങൾ എന്ന് പറയുന്നത് 4 ലക്ഷമാണെന്നാണ് ഇന്ന് ബാലഗോപാൽ പറഞ്ഞിരിക്കുന്ന കണക്ക്. ഏതാണ്ട് 22,000 കോടി രൂപയുടെ നിക്ഷേപമാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യവസായ രംഗത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, IT കയറ്റുമതി 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. IT സ്ഥാപനങ്ങളുടെ എണ്ണം 2 ഇരട്ടിയായിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വൈദ്യുതിയുടെ ഉത്പാദനം എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എന്താണെന്ന് അറിയാത്തൊരു തലമുറയാണ് കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അടിസ്ഥാന മേഖലയിൽ കൃഷിയുടെ, അതായത് നെല്ലിന്റെ താങ്ങുവില 30 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ റബ്ബറിന്റെ താങ്ങുവില 200 വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുന്നതിന് കഴിഞ്ഞ 5 വർഷമായിട്ട് സപ്ലൈകോയ്ക്ക് ഏതാണ്ട് 3500 കോടിയോളം നൽകിയിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ വിവിധ തലങ്ങളിൽ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമപ്രവർത്തനം ഈ വിധത്തിൽ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് ഫുള്ളായിട്ട് കേട്ടോണ്ടിരിക്കും. അപ്പോൾ അത്രയും സമയമില്ലാത്തതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യും. ഇത് എന്തായാലും ചെന്നിത്തലയ്ക്കും സതീശൻ സാറിനൊന്നും ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം സർക്കാരിൻ്റെ PR വർക്കല്ല, ഇത് ഏഷ്യാനെറ്റിലെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് തന്നെ ഈ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നാട്ടുകാർ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അഡ്വർടൈസ്മെൻറ്റിൽ അത് പ്രിൻ്റഡ് മീഡിയയിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സതീശൻ സാറേ, രമേശ് ചെന്നിത്തല സാറേ, ഈ വിവരങ്ങളെല്ലാം നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. ബാക്കിയൊക്കെ നിങ്ങളുടെ തലവിധി പോലെ ഇരിക്കും. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.